പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ദി ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആമേൻ. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസം മൂലം ആല്ലോ, ദൈവത്തിൻ്റെ കൃപയാലല്ലോ. ആമേൻ. അതിന് നമ്മളല്ല ഒരിക്കലും കാരണം. നമ്മളിന്ന് പിടിച്ചു നിൽക്കുന്നെങ്കിൽ വീഴാതെ, താണു പോകാതെ, ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാത്തതിൻ്റെ കാരണം കൃപയാൽ നമ്മുടെ വിശ്വാസത്തിലെ ആമേൻ ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ടാണ്. ആമേൻ. നമ്മളല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രതാപമല്ല, നമ്മുടെ പഠിപ്പല്ല, നമ്മുടെ അന്തസ്സല്ല, നമ്മുടെ സ്വത്തോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ആമേൻ. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര കൊടിയ കാറ്റടിച്ചാലും നിങ്ങൾ വീണു പോവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ.